Hello, welcome again to English Wow. My name is Nishad. നിങ്ങളുടെ നാട്ടിൽ സ്ഥിരം നടത്തപ്പെടുന്ന ഒരു ആഘോഷം, ഒരു ഫെസ്റ്റിവൽ. അപ്പോൾ നിങ്ങളൊരു സുഹൃത്തിനോട് പറയാണ് ഈ ആഘോഷം അല്ലെങ്കിൽ ഈ ഒരു ഫെസ്റ്റിവൽ എല്ലാ വർഷവും നടത്താറുണ്ട്. നിങ്ങളെങ്ങനെ പറയാം? നിങ്ങൾ അതിൻ്റെ ഇംഗ്ലീഷ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ആഘോഷം അല്ലെങ്കിൽ ഈ ഫെസ്റ്റിവൽ എല്ലാ വർഷവും നടത്താറുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷ് നമ്മൾ ഇങ്ങനെയാണ് പറയുക, ദിസ് ഫെസ്റ്റിവൽ ഈസ് കണ്ടക്റ്റഡ് എവറി ഇയർ. ദിസ് ഫെസ്റ്റിവൽ ഈസ് കണ്ടക്റ്റഡ് എവറി ഇയർ. ഈ ആഘോഷം എല്ലാ വർഷവും നടത്താറുണ്ട്. ഞാൻ ഇതിലൂടെ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്, ഒരു രൂപമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സെൻറ്റൻസിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ നമ്മുടെ നിത്യജീവിതത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ സെൻറ്റൻസിനെ ഒന്ന് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ, ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഒന്ന് പഠിച്ചു വെക്കുക. ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ സെൻറ്റൻസ് എന്താണ്? ഈ ആഘോഷം എല്ലാ വർഷവും നടത്തപ്പെടാറുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ പറയുന്ന സെൻറ്റൻസുകളിലൊക്കെ ഇത് ആരാണ് ചെയ്യണത് എന്നുള്ളതൊന്നും പറയില്ല കേട്ടോ. അതായത് ഇത് ചെയ്യുന്നത് ആരാണ് എന്നുള്ളത് പറയുന്നതിനപ്പുറം ഇവിടെ ഈ പരിപാടി നടക്കുന്നുണ്ട്, അതിനാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ആരാണ് നടത്തുന്നത് എന്നത് ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി ഈ സെൻറ്റൻസ് നമ്മളൊന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പ്രോഗ്രാം, ദിസ് പ്രോഗ്രാം അല്ലേ, ഈ ദിസ് പ്രോഗ്രാം എന്ന് നമ്മളിവിടെ പറഞ്ഞത് സബ്ജക്റ്റ് എന്നാണ് അതിൻ്റെ ഗ്രാമറിൽ പറയാം. സബ്ജക്റ്റ് ആരെക്കുറിച്ചാണോ നമ്മൾ പറയുന്നത്, എന്തിനെക്കുറിച്ചാണോ പറയുന്നത്, അതാണ് സബ്ജക്റ്റ്. അപ്പോൾ ദിസ് പ്രോഗ്രാം. പിന്നെ അതിന് ശേഷം നമ്മൾ പറഞ്ഞത് ഈസ് എന്നാണ്, ദിസ് പ്രോഗ്രാം ഈസ്. പിന്നെ നമ്മൾ പറഞ്ഞത് നടത്തുക എന്നുള്ളതിന് കണ്ടക്റ്റ് എന്നുള്ള വേർബാണ്, അതിൻ്റെ തേർഡ് ഫോമാണ് ഉപയോഗിച്ചത്, കണ്ടക്റ്റഡ്. ദിസ് പ്രോഗ്രാം ഈസ് കണ്ടക്റ്റഡ് എവറി ഇയർ. എല്ലാ വർഷവും ഈ പരിപാടി നടത്തപ്പെടാറുണ്ട്. ഇനി എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞത് സബ്ജക്റ്റ് എന്ന് പറയുന്ന സംഗതിയാണ് അല്ലേ, പിന്നെ അതിനുശേഷം പറഞ്ഞത് ഈസാണ്. അപ്പോൾ ആദ്യം ഇതിന് സബ്ജക്റ്റ്, പിന്നെ ഈസോ ആറോ ആമോ, അതായത് സബ്ജക്റ്റിനനുസരിച്ച് ഈസോ ആറോ ആമോ ആയിരിക്കും വരിക. പിന്നെ അതിനുശേഷം എന്താണ്? ആ വേർബിൻ്റെ തേർഡ് ഫോം, മൂന്നാമത്തെ ഫോമാണ്. ഇതാണ് അതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഈ പാറ്റേൺ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അത് വെച്ച് കഴിഞ്ഞാൽ 100 കണക്കിന് സെൻറ്റൻസുകൾ വളരെ ഈസി ആയിട്ട് പല സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്നുകൂടി നോക്കുക. ദിസ് പ്രോഗ്രാം എന്നുള്ളത് ഒരു പരിപാടി ആയതുകൊണ്ടാണ് പിന്നെ അതിനുശേഷം നമ്മൾ ഈസ് പറഞ്ഞത്. ദിസ് പ്രോഗ്രാം ഈസ് കണ്ടക്റ്റ് എന്ന് പറയുന്ന വേർബിൻ്റെ തേർഡ് ഫോം, കണ്ടക്റ്റഡ്. സോ ദിസ് പ്രോഗ്രാം ഈസ് കണ്ടക്റ്റഡ് എവറി ഇയർ. മനസ്സിലായോ? ഇത് എല്ലാ വർഷവും നടത്തുന്നൊരു പരിപാടിയാണ്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് നടത്തുന്നൊരു പരിപാടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്ട്രക്ചറിൽ പറഞ്ഞത്. ഇതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം പാസീവ് വോയിസ് എന്നുള്ളതാണ്. ഇനി ഞാൻ ഓരോ സന്ദർഭങ്ങൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സന്ദർഭങ്ങൾ പറയാം. അതിനൊക്കെ ഇതേ സ്ട്രക്ചറാണ് വരിക കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ സബ്ജക്റ്റ് പ്ലസ് അതിനുശേഷം വരുന്ന കാര്യം പിന്നെ മൂന്നാമത്തെ ഫോം, ഇത് പ്രകാരമാണ് നമ്മളത് പറയേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂടെ ഒന്ന് ശ്രമിച്ച് നോക്കുക. ഞാൻ കുറച്ച് സന്ദർഭങ്ങളും അതിനനുസരിച്ചുള്ള ഇംഗ്ലീഷുമാണ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ അടുത്തൊരു സന്ദർഭം പറയാണ്. ഒരു വീട്, അത് എല്ലാ ആഴ്ചയിലും എന്ത് ചെയ്യാറുണ്ട്? ക്ലീൻ ചെയ്യാറുണ്ട്, വൃത്തിയാക്കാറുണ്ട് ഒരു വീട്. അപ്പോൾ നിങ്ങൾ പറയണം, അപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള ഒരാളോട് ഈ വീട് എല്ലാ ആഴ്ചയും ക്ലീൻ ചെയ്യാറുണ്ട് എന്ന് പറയണം. അപ്പോൾ നിങ്ങളതെങ്ങനെ പറയാം? നമ്മൾ ആ വീടിനെ കുറിച്ചല്ലേ പറയണം. അപ്പോൾ ദിസ് ഹൗസ് അല്ലേ, ദിസ് ഹൗസ്. അപ്പോൾ ആ വീടായതുകൊണ്ട് തന്നെ ദിസ് ഹൗസ് എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഈസ്. പിന്നെ ക്ലീൻ എന്ന് പറയുന്നതിൻ്റെ തേർഡ് ഫോം എന്താണ്? ക്ലീൻഡ് ആണ്. ദിസ് ഹൗസ് ഈസ് ക്ലീൻഡ് എവറി വീക്ക്. എല്ലാ ആഴ്ചകളിലും എന്ത് ചെയ്യാറുണ്ട്? ഈ വീട് വൃത്തിയാക്കാറുണ്ട്, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാറുണ്ട്. മനസ്സിലായോ? സോ ദിസ് ഹൗസ് ഈസ് ക്ലീൻഡ് എവറി വീക്ക്. ഇതും അതേ സ്ട്രക്ചറാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ദിസ് ഹൗസ് പ്ലസ് ഈസ് പ്ലസ് ക്ലീൻഡ്. ക്ലീൻ എന്നുള്ളതല്ല, ക്ലീൻഡ് അതിൻ്റെ തേർഡ് ഫോം ഓഫ് ദ വേർബ്. ദിസ് ഹൗസ് ഈസ് ക്ലീൻഡ് എവറി വീക്ക്. നിങ്ങളുടെ വീട്ടിൽ കുറേ ചെടികളുണ്ട്. അപ്പോൾ നിങ്ങളൊരു സുഹൃത്തിനോട് പറയാണ്, നിങ്ങൾ ആ ചെടികളുടെ അടുത്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ സുഹൃത്തിനോട് പറയാണ്, ഈ ചെടികൾ എല്ലാ ദിവസവും നനക്കാറുണ്ട്, അല്ലെങ്കിൽ ചെടികൾ എല്ലാ ദിവസവും നനക്കാറുണ്ട് എന്ന് പറയണം. ഇതൊക്കെ സ്ഥിരമായിട്ട് നടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പറയുക? എന്താണ് നനക്കാറുള്ളത്? ചെടികൾ. അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് എന്ന് പറയാം അല്ലേ. സോ ദ പ്ലാന്റ്സ് ആണ്. അപ്പോൾ അവിടെ ഈസ് അല്ല നമ്മൾ പറയാം, ആറാണ്. അപ്പോൾ ദ പ്ലാന്റ്സ് ആർ വാട്ടേർഡ്. എല്ലാ ദിവസവും സ്ഥിരമായിട്ട് എന്നുള്ളതിന് നമ്മൾ എന്താ പറയുക? ഒന്നില്ലെങ്കിൽ എവറി ഡേ പറയാം, അല്ലെങ്കിൽ റെഗുലർലി എന്ന് പറയാം. സോ ദ പ്ലാന്റ്സ് ആർ വാട്ടേർഡ് റെഗുലർലി. ഇത് സ്ഥിരം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദ പ്ലാന്റ്സ് ആർ വാട്ടേർഡ് റെഗുലർലി. വെള്ളം നനക്കുക എന്നുള്ളതിന്, അല്ലെങ്കിൽ നമ്മൾ നനക്കുക എന്നൊക്കെ പറയില്ല, അതിന് വാട്ടേർഡ് എന്നാണ് പറയാം. വാട്ടർ എന്നുള്ളത് നൗണും ആണ് കേട്ടോ. അപ്പോൾ അത് വെള്ളം എന്നുള്ള പേരിലാണ്. വെള്ളം നനക്കുക എന്നുള്ളതിന് നമ്മൾ വാട്ടേർഡ് അതൊരു ആക്ഷനായിട്ടാണ് അവിടെ പറയുന്നത്. സോ ദ പ്ലാന്റ്സ് ആർ വാട്ടേർഡ് റെഗുലർലി. നിങ്ങളൊരാളോട് പറയാണ്,
ഇപ്പോൾ നിങ്ങൾ ടിക്കറ്റ് മുൻകൂട്ടിയിട്ട് ബുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അത് സാധാരണ അങ്ങനെയാണ് ചെയ്യാറുള്ളത്, അതായത് ടിക്കറ്റ് മുൻകൂട്ടിയിട്ട് ബുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതെങ്ങനെ പറയാം? ടിക്കറ്റ് മുൻകൂട്ടിയിട്ട് ബുക്ക് ചെയ്യാറുണ്ട്. ദ ടിക്കറ്റ്സ് അല്ലേ, ടിക്കറ്റുകളാണ് ദ ടിക്കറ്റ്സ്. അപ്പോൾ ആറാണ് അല്ലേ, ദ ടിക്കറ്റ്സ് ആർ. പിന്നെ ബുക്ക് ചെയ്യാന്നുള്ളത് നമ്മൾ ബുക്ക്ഡ് എന്നാണ് പറയാം. സോ ദ ടിക്കറ്റ്സ് ആർ ബുക്ക്ഡ് ഇൻ അഡ്വാൻസ്. മുൻകൂട്ടി ബുക്ക് ചെയ്യാന്നുള്ളത് നമ്മൾ അഡ്വാൻസ് എന്ന് പറയും. സോ ദ ടിക്കറ്റ്സ് ആർ ബുക്ക്ഡ് ഇൻ അഡ്വാൻസ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ, ഒക്കെ ഒരേ സ്ട്രക്ചറാണ്, ഒരേ സംഗതിയാണ്. നേരത്തെ പറഞ്ഞ പോലെ സബ്ജക്റ്റ്, പിന്നെ അതിനുശേഷം ഈസോ ആറോ ആമോ, പിന്നെ അതിനുശേഷം തേർഡ് ഫോം ഓഫ് ദ വേർബ്. ആരാണ് കാര്യം ചെയ്യുന്നത് എന്ന് പറയാതെ നടക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ട് നമ്മൾ അതിന് സ്ട്രെസ് ചെയ്തിട്ട് പറയാണ്. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യണ ഒരാൾ അയാളെ നിങ്ങൾക്കറിയാം, അയാളെ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? അയാളെ എന്താ പറയുക, ഈ പ്രൊമോഷന് വേണ്ടി, ജോലിക്കയറ്റത്തിന് വേണ്ടിയിട്ട് അയാളെ എപ്പോഴും പരിഗണിക്കും. അപ്പോൾ അയാൾക്ക് എപ്പോഴും ഇങ്ങനെ ജോലിക്കയറ്റത്തിന് വേണ്ടിയിട്ട് അയാളെ പരിഗണിക്കാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പറയാണ്. അപ്പോൾ ഈ കാര്യം നിങ്ങളുടെ വേറൊരു സുഹൃത്തിനോട് പറയാണ്. അവനെപ്പോഴും ജോലിക്കയറ്റത്തിന്, പ്രൊമോഷൻ എന്നാണ് നമ്മൾ പറയാം, ജോലിക്കയറ്റത്തിന് വേണ്ടിയിട്ട് അവനെ പരിഗണിക്കാറുണ്ട് എന്ന് നിങ്ങൾ എങ്ങനെ പറയാം? ഹീ ആണ് അല്ലേ, ഹീ ഈസ്. പിന്നെ പരിഗണിക്കുക എന്നുള്ളതിന് കൺസിഡേർഡ് എന്ന് പറയാം. പിന്നെ എപ്പോഴും പരിഗണിക്കാറുണ്ട് നമ്മൾ പറയുമ്പോൾ ഹീ ഈസ് ഓൾവേസ് കൺസിഡേർഡ്. എന്തിന്? ഫോർ പ്രൊമോഷൻ. ഹീ ഈസ് ഓൾവേസ് കൺസിഡേർഡ് ഫോർ പ്രൊമോഷൻ. അവനെ എപ്പോഴും ജോലിക്കയറ്റത്തിന് അല്ലെങ്കിൽ ഈ പ്രൊമോഷന് വേണ്ടിയിട്ട് അവനെ പരിഗണിക്കാറുണ്ട്. ഇത് പരിഗണിക്കുന്നത് ആരാണ്? മറ്റാരോ ആണ്, ഒരു കമ്പനിയുടെ ആളുകളോ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആരോ ആണ് ഇത് ചെയ്യുന്നത്. സോ ഹീ ഈസ് ഓൾവേസ് കൺസിഡേർഡ് ഫോർ പ്രൊമോഷൻ. നിങ്ങളുടെ സുഹൃത്തിനോട് പറയണം, ഹീ ഈസ് ഓൾവേസ് കൺസിഡേർഡ് ഫോർ പ്രൊമോഷൻ. അവൻ എപ്പോഴും പ്രൊമോഷന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഒരു പെൺകുട്ടി, അവൾ നന്നായി കളിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ നിങ്ങളൊരു സുഹൃത്താണ്. അപ്പോൾ നിങ്ങൾ അവളെക്കുറിച്ച് പറയണം, അവളെ എപ്പോഴും ടീമിൽ ഉൾപ്പെടുത്താറുണ്ട്. അവൾ നല്ല കളിക്കാരത്തെയാണ്, അപ്പോൾ ടീമിൽ അവളെ എപ്പോഴും ഉൾപ്പെടുത്താറുണ്ട് എന്നാണ്. അപ്പോൾ നമ്മളെങ്ങനെ പറയാം? ഷീ ആണ് അല്ലേ. അപ്പോൾ ഷീ ഈസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷീ ഈസ് ഓൾവേസ് അല്ലേ. ഉൾപ്പെടുത്തുക എന്നുള്ളത് എന്താ പറയുക? ഇൻക്ലൂഡ് എന്നാണ് പറയുക, ഇൻക്ലൂഡ്. അപ്പോൾ എങ്ങനെയാണ്? ഷീ ഈസ് ഓൾവേസ് ഇൻക്ലൂഡഡ് ഇൻ ദ ടീം. ഷീ ഈസ് ഓൾവേസ് ഇൻക്ലൂഡഡ് ഇൻ ദ ടീം. ഒരേ സ്ട്രക്ചറാണ്, അതേ ഒരു പാറ്റേണിലാണ് നമ്മൾ പോകുന്നത്. ഷീ ഈസ് ഓൾവേസ് ഇൻക്ലൂഡഡ് ഇൻ ദ ടീം. നിങ്ങളുടെ നാട്ടിലെ സ്ട്രീറ്റുകൾ, തെരുവുകൾ എല്ലാ രാത്രിയും ക്ലീൻ ചെയ്യാറുണ്ട്. അത് നിങ്ങൾ പറയാണ്, നിങ്ങൾ വേറൊരാളോട് പറയാണ്. അതായത് ഞങ്ങളുടെ നാട്ടിലെ സ്ട്രീറ്റുകൾ എല്ലാ രാത്രിയും ക്ലീൻ ചെയ്യാറുണ്ട്. എല്ലാ രാത്രികളിലും നടക്കുന്ന കാര്യമാണ്. അപ്പോൾ എങ്ങനെ പറയാം? എന്താണ് ക്ലീൻ ചെയ്യാറുള്ളത്? സ്ട്രീറ്റുകളാണ്. സോ ദ സ്ട്രീറ്റ്സ്. ഇപ്പോൾ ഈസാണോ ആറാണോ? ആറാണ് അല്ലേ. ദ സ്ട്രീറ്റ്സ് ആർ ക്ലീൻഡ് എവറി നൈറ്റ്. ദ സ്ട്രീറ്റ്സ് ആർ ക്ലീൻഡ് എവറി നൈറ്റ്. ഒരാൾ ചോദിക്കുകയാണ് നിങ്ങളോട്, സ്ട്രീറ്റ് ക്ലീൻ ചെയ്യാറുണ്ടോ അവിടെ? ദ സ്ട്രീറ്റ്സ് ആർ ക്ലീൻഡ് എവറി നൈറ്റ്. എല്ലാ രാത്രിയും സ്ട്രീറ്റ് ക്ലീൻ ചെയ്യാറുണ്ട്. ബെഡ് ടൈമിന് മുമ്പ് ടി വി ഓഫ് ചെയ്യാറുണ്ട്. എന്താണ് ഓഫ് ചെയ്യുന്നത്? ടി വി ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ആ സാഹചര്യം ആലോചിക്കുക കേട്ടോ. അപ്പോൾ എന്താണ് ഓഫ് ചെയ്യാറുള്ളത്? ടി വി ആണ് ഓഫ് ചെയ്യാറുള്ളത്. അപ്പോൾ ദ ടിവിയുടെ കൂടെ ഈസാണോ ആറാണോ വരിക, അല്ലെങ്കിൽ ആമാണോ വരിക? ഈസാണ് വരിക അല്ലേ. സോ ദ ടി വി ഈസ്, നമ്മൾ ഓഫ് ചെയ്യുക എന്നുള്ളതിന് ടേൺഡ് ഓഫ്. ദ ടി വി ഈസ് ടേൺഡ് ഓഫ് ബിഫോർ ബെഡ് ടൈം. അതായത് ബെഡ് ടൈമിന് മുൻപേ എന്ത് ഓഫ് ചെയ്യാറുണ്ട്? ടി വി ഓഫ് ചെയ്യാറുണ്ട്. ടി വി ബെഡ് ടൈമിന് മുമ്പ് ഓഫ് ചെയ്യാറുണ്ട്. സോ ദ ടി വി ഈസ് ടേൺഡ് ഓഫ് ബിഫോർ ബെഡ് ടൈം. നിങ്ങളൊരു നല്ല കമ്പനിയിൽ ജോലി ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല സാലറി കിട്ടുന്നുണ്ട് അവിടെ. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തിനോട് പറയണം, എനിക്ക് നല്ല സാലറി കിട്ടാറുണ്ട് എന്ന് നിങ്ങൾ പറയണം. അപ്പോൾ അതെങ്ങനെ പറയാം? ഇതേപോലത്തെ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് ഇവിടെ നിങ്ങളെക്കുറിച്ചാണ് പറയണത്. അപ്പോൾ ഐ ആണ് അല്ലേ. അപ്പോൾ ഐയുടെ കൂടെ ഈസു ആറും അല്ല, ആം ആണ്. അപ്പോൾ ഐ ആം. ഇപ്പോൾ പേ എന്നാ പറയാം. അപ്പോൾ പേയുടെ തേർഡ് ഫോം പെയ്ഡ് ആണ് അല്ലേ. ഐ ആം പെയ്ഡ് എ ഗുഡ് സാലറി. മാസത്തിലൊരിക്കൽ വിൻഡോസ് ക്ലീൻ ചെയ്യാറുണ്ട്. എങ്ങനെ പറയാം? എളുപ്പമല്ലേ? എങ്ങനെ പറയാം? ദ വിൻഡോസ് ആയതുകൊണ്ട് തന്നെ ആറാണ്. സോ ദ വിൻഡോസ് ആർ ക്ലീൻഡ് അല്ലേ. ദ വിൻഡോസ് ആർ ക്ലീൻഡ് മാസത്തിലൊരിക്കൽ, വൺസ് ഇൻ എ മന്ത്. ദ വിൻഡോസ് ആർ ക്ലീൻഡ് വൺസ് ഇൻ എ മന്ത്. നിങ്ങൾക്കൊരു കാറുണ്ട്. ഈ കാർ ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈൻറ്റ് വരികയാണ്. അപ്പോൾ നിങ്ങളോട് അറിയുന്ന ആൾ ചോദിക്കുകയാണ്, ഇത് എന്താണ് ഇടയ്ക്കിടയ്ക്ക് അത് സർവീസ് ചെയ്യാറില്ല എന്ന് ചോദിക്കുകയാണ്, കംപ്ലൈൻറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ പറയുകയാണ്, കാറ് സ്ഥിരമായിട്ട് സർവീസ് ചെയ്യാറുണ്ട്, വണ്ടി സ്ഥിരമായിട്ട് സർവീസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളെങ്ങനെ പറയാ? ദ കാർ ഈസ് സർവീസ്ഡ് റെഗുലർലി. ഉണ്ടല്ലോ, കാറ് സ്ഥിരമായിട്ട്
ഞാൻ സർവീസ് ചെയ്യാറുണ്ടല്ലോ. ദ കാർ ഈസ് സർവീസ്ഡ് റെഗുലർലി. ബില്ലുകളൊക്കെ എല്ലാ മാസവും സമയത്ത് അടക്കാറുണ്ട്. എങ്ങനെ പറയാം? എന്താണ് അടക്കാറുള്ളത്? ബില്ലുകളാണ്. അപ്പോൾ നമ്മളെങ്ങനെ പറയും? ദ ബിൽസ്. ബിൽസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഏതാ പറയുക? ആറാണ്. സോ ദ ബിൽസ് ആർ അടക്കുന്നതിന് പെയ്ഡ് അല്ലേ? സോ ദ ബിൽസ് ആർ പെയ്ഡ്. ദ ബിൽസ് ആർ പെയ്ഡ് ഓൺ ടൈം എവറി മന്ത്. ദ ബിൽസ് ആർ പെയ്ഡ് ഓൺ ടൈം. ഓൺ ടൈം എന്ന് പറഞ്ഞാൽ ആ കൃത്യസമയത്ത്. ദ ബിൽസ് ആർ പെയ്ഡ് ഓൺ ടൈം എവറി മന്ത്. എല്ലാ മാസവും ബിൽസ് കൃത്യമായിട്ട് അടക്കാറുണ്ട്. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ നിങ്ങൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പാസീവ് വോയിസ് രൂപങ്ങളാണ്, നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന സെൻറ്റൻസുകളാണ്. നമ്മുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് ആ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ടൈമിനനുസരിച്ച്, നിങ്ങളുടെ ലെവലിനനുസരിച്ച് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും നിങ്ങൾക്ക് ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. So I'll see you soon with another good topic. Till then, bye bye.